പണ്ട് ഗുരുവായൂർ അമ്പലത്തിനടുത്ത് ഒരു കൊച്ചുകുട്ടിയുണ്ടായിരുന്നു. കളിക്കാൻ കൂട്ടുകാരില്ലാതെ വിഷമിച്ച അവനെ അവന്റെ അമ്മ സമാധാനിപ്പിച്ചു. എന്തിനാണ് വിഷമിക്കുന്നത്? നിന്റെ കൂടെ കളിക്കാൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ വരുമല്ലോ. അതുകേട്ട കൊച്ചുകുട്ടി എന്നും ഗുരുവായൂർ അമ്പലനടയിലെത്തി കണ്ണനെ കൂടെ കളിക്കാൻ വിളിക്കുമായിരുന്നു. അവന്റെ സ്നേഹവും ഭക്തിയും കണ്ട് ഗുരുവായൂരപ്പൻ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പിന്നീടെന്നും അവർ ഒരുമിച്ചു കളിക്കാൻ തുടങ്ങി. ആ സമയത്താണ് ഒരു ഭക്തൻ ഗുരുവായൂരപ്പന് ഭംഗിയുള്ള ഒരു സ്വർണ്ണമാല സമർപ്പിച്ചത്. അടുത്ത ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ണിക്കണ്ണന്റെ കഴുത്തിലെ മാല കണ്ട് ആ കൊച്ചുകുട്ടി പറഞ്ഞു, "ഈ മാല കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ." അതുകേട്ട കണ്ണൻ മാല ഊരി കുട്ടിയുടെ കഴുത്തിലിട്ട് കൊടുത്തു. വീട്ടിലെത്തിയ കുട്ടി അമ്മയെ മാല കാണിച്ചു. ഇത് തനിക്ക് കണ്ണൻ തന്നതാണെന്ന് പറഞ്ഞു. അതുകേട്ട അമ്മ ഞെട്ടി. തന്റെ മകൻ മാല അമ്പലത്തിൽ നിന്ന് എടുത്തതായിരിക്കുമെന്ന് അവർ കരുതി. അമ്മ കുട്ടിയെ കൂട്ടി ഗുരുവായൂർ അമ്പലത്തിലെത്തി. അപ്പോൾ അവിടെ എല്ലാവരും കാണാതെ പോയ ഗുരുവായൂരപ്പന്റെ പുതിയ മാല അന്വേഷിക്കുകയായിരുന്നു. കുട്ടിയുടെ കയ്യിൽ മാല കണ്ട അവർ അവനത് മോഷ്ടിച്ചതാണെന്ന് കരുതി അവനെ ശകാരിച്ചു ശിക്ഷിക്കാനൊരുങ്ങി. കുട്ടിയുടെ വാക്കുകൾ ആരും വിശ്വസിച്ചില്ല. അപ്പോൾ ആ കുട്ടി കരഞ്ഞുകൊണ്ട് ശ്രീകോവിലിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, "എല്ലാവരും ഞാൻ കള്ളനാണെന്ന് പറയുമ്പോൾ ഇത് നീ എനിക്ക് തന്നതാണെന്ന് പറയാൻ തോന്നിയില്ലല്ലോ കൃഷ്ണ. അതുകൊണ്ട് നീ തന്ന ഈ മാല എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആ മാല ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ആ മാല ചെന്നു വീണത് അവിടെ നിന്ന് ഒരു കൊന്ന മരത്തിലായിരുന്നു. അടുത്ത നിമിഷം ആ മരം നിറയെ സ്വർണ്ണ നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ശ്രീകോവിലിൽ നിന്നും ഒരു അശരീരി കേട്ടു, "ഇതെന്റെ ഭക്തന് ഞാൻ സ്വമനസാലെ കൊടുത്തതാണ്. അവൻ മോഷ്ടിച്ചതല്ല. ഇനി മുതൽ കണിയൊരുക്കുമ്പോൾ ഈ പൂക്കൾ വെച്ചൊരുക്കണം. അങ്ങനെ കണി കാണുന്നവർക്ക് എല്ലാ ഐശ്വര്യങ്ങളുമുണ്ടാകും." ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.